ഈ CPM നേരിട്ട് ചർച്ചകളിൽ പങ്കെടുക്കാതെ പലപ്പോഴും CPM അനുഭാവികളായിട്ടുള്ള ആൾക്കാരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ ന്യായീകരിച്ച് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇംപ്രഷൻ CPM എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷനാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞു ഇതിലെങ്ങും തന്നെ ഈ അന്വേഷണം റദ്ദാക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, അതല്ല അവരുടെ പ്രയർ എന്ന് താങ്കൾ പറഞ്ഞു. വളരെ കൃത്യമായിട്ട് കേരള ഹൈക്കോടതിയിൽ KSIDC കൊടുത്തിരിക്കുന്ന ഒരു അവരുടെ ആ പെറ്റീഷനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് എക്സിബിറ്റുകളായിട്ട് അവർ സമർപ്പിച്ചിരിക്കുന്ന നമ്പർ ചെയ്തിരിക്കുന്ന എക്സിബിറ്റ് 8, എക്സിബിറ്റ് 12, എക്സിബിറ്റ് 14 ഈ 3 കാര്യങ്ങളും ഇല്ലീഗലാണ് എന്ന് കണ്ടുകൊണ്ട് ഈ 3 കാര്യങ്ങളെയും ക്വാഷ് ചെയ്യണം എന്നാണ് പറയുക. ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അത് വേണ്ട എന്നാണ്. ഇതിൽ എന്താണ് എക്സിബിറ്റ് 8? എക്സിബിറ്റ് 8 എന്ന് പറയുന്നത് ROC എൻക്വയറിയാണ്. ROC എൻക്വയറി പ്രഖ്യാപിച്ച ഒരു 3-അംഗ ടീമിനെ അവിടെ ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് എക്സിബിറ്റ് 8. അത് ക്വാഷ് ചെയ്യണം എന്ന് ഒന്നിലധികം തവണ അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 എക്സിബിറ്റ് 14. എക്സിബിറ്റ് 14 എന്താണ്? SFIOയുടെ എൻക്വയറി KSIDCക്ക് നേരെ വരുന്നു എന്നുള്ളതാണ്. അതിന്റെ നോട്ടീസാണ്. ആ നോട്ടീസും ക്വാഷ് ചെയ്യണമെന്നാണ് പറയുന്നത്. താങ്കൾ എന്താണ് ഈ ചർച്ചയിൽ പറഞ്ഞത്? അങ്ങനെ ക്വാഷ് ചെയ്യണമെന്നൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് 2 അന്വേഷണം നടക്കുന്നതിനാണ്. കർണാടക കോടതിയിൽ കൊടുത്തിട്ടുള്ള ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞത് 210 നിൽക്കുമ്പോഴത്തേക്ക് 212 അപ്ലൈ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനെ ക്വാഷ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് കർണാടകത്തിലേത് ഒരു വ്യക്തിയുടേതാണ്, അത് വിട്ടേക്കാം. കർണാടക കോടതിയാണ് പറഞ്ഞത്, ആ കേസാണ്. അങ്ങ് വീണ വിജയന്റെ കേസ് മാത്രമേ പറയത്തുള്ളൂ. ഞാൻ പറയുന്ന KSIDCയുടെ കാര്യത്തിൽ അങ്ങക്ക് താല്പര്യമില്ലേ? KSIDC ഈ 2 കേസും ക്വാഷ് ചെയ്യണമെന്ന് പറയുന്നു. നമ്മളിവിടെ പറഞ്ഞിരുന്നത് എന്താണ്? ഈ 13.4% ഉള്ളൂ എന്ന് പറഞ്ഞതും ഡയറക്ടർ എല്ലാ കാര്യത്തിലും നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടത്തില്ല എന്ന് പറഞ്ഞതും കേരളത്തിലെ കാര്യവും KSIDCയുടെ കാര്യമാണല്ലോ. എങ്കിലും ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ കേരളത്തിലെ KSIDCയുടെ കാര്യം പറഞ്ഞിരിക്കുന്ന ഈ KSIDC കോടതിയിൽ പോയി പറയുന്നത് ROC എൻക്വയറിയുടെ ഓർഡറും ക്വാഷ് ചെയ്യണം, SFIയുടെ എൻക്വയറിയും ക്വാഷ് ചെയ്യണം, പിന്നെ വേറെ ഏത് എൻക്വയറിയാണ് ഉള്ളത്? അതിൽ താങ്കളുടെ അഭിപ്രായം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ക്വാഷ് ചെയ്യണമെന്ന് പറയുന്നത് എന്തിന്? ആ ചോദ്യത്തിന് അങ്ങ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും പറഞ്ഞില്ല, ഇന്നും പറഞ്ഞില്ല. പകരം അങ്ങ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അങ്ങ് ശ്രമിക്കുകയാണ്. അങ്ങ് പറയുകയാണ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന്. എക്സിബിറ്റ് 8 ഏതാണ്, എക്സിബിറ്റ് 14 ഏതാണ്? വളരെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ 2 എൻക്വയറിയാണ്. അത് ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? അതും വേണ്ട ഇതും വേണ്ട എന്നാണ്. അല്ലാതെ ROC നടക്കുന്ന സമയത്ത് SFIO വേണ്ട എന്നുള്ളതല്ല. പകരം ഇവർ പറയാണ് വേണ്ട, രണ്ടും വേണ്ട എന്ന് പറയുകയാണ്. അതിനെന്താണ് അങ്ങയുടെ വിശദീകരണം എന്താണ്? അപ്പൊ അത് പറയുന്ന സമയത്ത് മകൾ അറസ്റ്റിലാകുമെന്നുള്ള ചിന്തയാണോ, അല്ലെങ്കിൽ ഈ അല്ല ഉള്ളിലുള്ളത് പുറത്തു വന്നല്ലോ, വെളിച്ചാടിയല്ലോ. UAPA പോലെ മകളെ ഇനിയിപ്പോ അകത്തിട്ട് കഴിഞ്ഞാൽ 1 വർഷം കിടക്കേണ്ടി വരുമോ എന്നുള്ള ആദി അല്ല ഉണ്ടെന്നേ. അതുകൊണ്ടല്ലേ കോടതി ചോദിച്ചത് നിങ്ങൾ. എനിക്ക് തോന്നുന്നു ഇതാണ് ഈ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളിലേക്ക് കൊടുത്ത ക്യാപ്സൂൾ. ഇതാണ് ഘടകകക്ഷികളൊന്നല്ല, സ്വാഭാവികമായി ഒരു അഭിഭാഷക നിലയിൽ നമുക്കെല്ലാം മനസ്സിലാവുന്നതല്ലേ ആ ഒരു SFI എന്നുള്ള ഒരു ആക്ട്. ഇതിപ്പോൾ നേരത്തെ കരുതാ സാർ പറഞ്ഞല്ലേ, ഇതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ട് SFI എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്? ഇല്ല. നമ്മളൊരു കമ്പനി ആക്ട് 2 കമ്പനികൾ തമ്മിലുണ്ടെങ്കിൽ അതിന് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് കോടതിയിൽ കൊടുക്കും, അതിന്റെ കാര്യങ്ങൾ ചോദിക്കും. അത് തൃപ്തിയില്ലെങ്കിൽ നിയമ നടപടികൾ അത്രയും നമ്മൾ കേട്ടിട്ടില്ല എന്നൊക്കെ അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അല്ല, SFI കേരളത്തിലോ എവിടെയെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയായിട്ട് ഒന്ന് സീറ്റ് പണിക്കൽ എനിക്കറിഞ്ഞൂടാ. ഞാൻ ചോദിക്കുന്നത് അല്ലല്ല അങ്ങൊരു അഭിഭാഷകനായതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം ആദ്യമാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ഡിസ്പ്യൂട്ട്. അങ്ങനെ ഒരു നിയമം ആദ്യമായിട്ടാണ് അത് പ്രയോഗത്തിൽ വരുത്തുന്നത് എങ്കിൽ പോലും അത് നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു നിയമമാണ്. അത് ഈ കേസിൽ ഉപയോഗിക്കരുത്. നേരത്തെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ നിയമത്തിനോ അതിനൊന്നല്ല ഇത് എതിര് ഞാൻ പറയുന്നത്, അതൊന്നും അല്ല പറയുന്നത്. ഈ സീരിയസ് ഇപ്പം വരുന്ന ഈ SFIO അങ്ങനെ ഒരു ഫ്രോഡൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടോ? ഇതൊക്കെ രാഷ്ട്രീയമല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിലൊരു സീരിയസ് ഫ്രോഡ് ഉണ്ട് എന്ന് താങ്കൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? അതെ, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് 14% നിക്ഷേപമുള്ള ഒരു കമ്പനി ഏതൊക്കെയോ ചില രാഷ്ട്രീയക്കാർക്ക് ടാക്സ് എക്സംഷൻ കിട്ടാവുന്ന മാർഗങ്ങൾ മറികടന്നുകൊണ്ട് അവർക്ക് എല്ലാവർക്കും കൂടി പണം വീതിച്ചു കൊടുത്തിരിക്കുന്നു. ആരാധനാലയങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു, മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്നു. ഈ പണം എന്ന് പറയുന്നതിന്റെ ഒരു ഓഹരി അവകാശപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഈ 14%-ഓളമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനാണ്. അങ്ങനെയാണെങ്കിൽ ആ തുക ഏതാണ്ട് 18 കോടിയോളം രൂപ വരും. അത് അവിടെ നിന്ന് പോയിരിക്കുന്നതിൽ ഒരു ഫ്രോഡ് താങ്കൾ കാണുന്നില്ലേ?
ഇങ്ങനെ കുറെ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തിരിക്കുന്നതിൽ, സേവനമില്ലാതെ ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നതിൽ അതിൽ ഫ്രോഡ് താങ്കൾ കാണുന്നില്ല എന്ന് പറയുന്നത് എന്നെ അതിശയപ്പെടുത്തുകയാണ്. കാരണം താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണ്.